നേരെ മറിച്ചാണ് കൊടുത്തേക്കണേ. ഇതിൻ്റെ ഈ ഒരു ലിവർ നോക്കിയാൽ ഇവിടെ അതുപോലെ ഫ്രണ്ടിൽ ഞാൻ കണ്ട രസകരമായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മാറ്റിൽ കാണുന്ന ഡിസൈൻ കണ്ടോ. അപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവും കൂടി നമുക്ക് അതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ടതുണ്ട്. 2005 വാഹന വിപണിയിൽ ഒരു കോൺസെപ്റ്റ് കാറായിട്ട് അവതരിപ്പിക്കുകയും പിന്നീട് അത് കണ്ട ആളുകൾ, ഇഷ്ടപ്പെട്ട ആളുകൾ മികച്ച അഭിപ്രായം പറഞ്ഞപ്പോൾ ടൊയോട്ടയ്ക്ക് തന്നെ തോന്നി ഈ ഒരു വാഹനത്തെ വാഹന വിപണിയിൽ ഇറക്കി കഴിഞ്ഞാൽ കൊള്ളാമെന്ന് ചിന്തിക്കുകയും അങ്ങനെ 2006 വാഹന വിപണിയിൽ എത്തുകയും ചെയ്ത ഒരു മോഡലിൻ്റെ കൂടെയാണ് നമ്മളുള്ളത്, ടൊയോട്ട FJ ക്രൂയിസർ. ഒരുപാട് ആളുകൾ അറിയുന്ന എന്നാൽ ഇന്ത്യയിൽ അങ്ങനെ അധികം എത്തിയിട്ടില്ലാത്ത ടൊയോട്ട എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ FJ ക്രൂസർ എന്ന് പറയുന്ന മോഡലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. രണ്ടായിരത്തി അവതരിപ്പിക്കുകയും 2006 വാഹന വിപണിയിൽ എത്തപ്പെടുകയും ചെയ്തെങ്കിലും ഈ വാഹനത്തിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത്, ഈ വാഹനം 2007 മോഡലുകളായിട്ടാണ് വാഹന വിപണിയിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അതായത് 2006 മോഡൽ FJ ക്രൂയിസറിന് നമുക്ക് കിട്ടില്ല. 2006 ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അത് 2007 ഇയർ മോഡലായിട്ടായിരുന്നു വാഹന വിപണിയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതും ഒരു വലിയ അല്ലെങ്കിൽ ശ്രദ്ധേയമായിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. ചില ആളുകൾ അതിനെ 2006 അതായത് 06 FJ ക്രൂസർ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷേ അത് ആക്ച്വലി 2007 മോഡലുകളാണ് എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ടൊയോട്ട ലാൻഡ് ക്രൂയിസർ എന്ന് പറയുന്ന മോഡലുമായിട്ട് വലിയൊരു ബന്ധം FJ ക്രൂസറിനുണ്ട് എന്ന് പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടൊയോട്ടയുടെ ലാൻഡ് ക്രൂയിസറിൻ്റെ അതായത് ഒറിജിനൽ ലാൻഡ് ക്രൂയിസർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന FJ40, ആ 40 ഒരുപാട് കണക്ഷനുകൾ FJ ക്രൂസറിനുണ്ട്. അതുകൊണ്ട് തന്നെ FJ എന്ന് പേര് വന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ FJ40 എന്ന് പറയുന്ന മോഡൽ വാഹന വിപണിയിലേക്ക് വന്നു. അതിന് രണ്ടാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധമുണ്ട്. ആ കഥകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ മിലിറ്ററി അത്തരത്തിലൊരു റഫ് ആൻഡ് ടഫ് ഓഫ് റോഡർ നിർമ്മിക്കാൻ പറഞ്ഞതും വില്ലീസിൽ നിന്ന് ഉൾക്കൊണ്ടിട്ട് ആ മോഡൽ നിർമ്മിച്ചതിനെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ FJ40 വാഹന വിപണിയിലേക്ക് എത്തി. അതൊരു ഹാർഡ് കോർ ഓഫ് റോഡർ ആയിരുന്നു. കാലക്രമേണ അത് ഒരു ലക്ഷറി ഓഫ് റോഡറായിട്ട് മാറിയപ്പോൾ പല ആളുകൾക്കും ആ ഒരു FJ40 അതുപോലെ നിലനിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവുകയും അങ്ങനെ ഒരു FJ ക്രൂസറിനെ ബിൽഡ് ചെയ്തെടുത്തു എന്നുള്ളതുമൊക്കെ വേണമെങ്കിൽ ഈ FJ ക്രൂസറിൻ്റെ കഥ പറയുന്ന സമയത്ത് നമുക്ക് പറയാവുന്നൊരു കാര്യമാണ്. ടൊയോട്ടയുടെ തന്നെ സബ്സിഡിയറി ബ്രാൻഡായിട്ടുള്ള ജപ്പാനിലെ ഹിനോ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനിക്ക് FJ ക്രൂസറിൻ്റെ നിർമ്മാണവുമായിട്ട് വലിയ ബന്ധമുണ്ട്. മാത്രമല്ല FJ40യുടെ പല എലമെൻറ്റുകളും ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന FJ ക്രൂയിസറിനകത്തുണ്ട് എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് ടൊയോട്ട എന്ന് പറയുന്ന ഈ ഒരു ബാഡ്ജിങ്, ഫ്രണ്ടിൽ നമ്മൾ കാണുന്ന ഈ ഒരു ബാഡ്ജിങ് ശരിക്കും ആ ഒരു പഴയ ലുക്കിനെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലാണ് കൊടുത്തത്. അത് അങ്ങനെ തന്നെ കൊടുക്കാനുണ്ടായ കാരണം ആ FJ40 റിസംബ്ലൻസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് FJയുടെ നിർമ്മാതാക്കൾ പറയുന്നുണ്ടായിരുന്നു എന്നുള്ളത് കാര്യം. അതുപോലെ തന്നെ ആ ഒരു ഗ്രില്ലൊക്കെ ശരിക്കും ആ ഒരു നൊസ്റ്റാൾജിയ ലുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ FJ ക്രൂസറിനെ കുറിച്ച് മൊത്തത്തിൽ പറയുന്ന സമയത്ത് നമുക്കൊരു റെട്രോ മിഡ് സൈസ് SUV ആണ് FJ ക്രൂസർ എന്നും വിശേഷിപ്പിക്കുക. കാരണം വെച്ചാൽ ഒരുപാട് റെട്രോ എലമെൻറ്റുകളുള്ള ഒരു വാഹനമാണ് എന്നുള്ളത് കൂടി നമുക്ക് പറയേണ്ടി വരും. ഈ ഹെഡ് ലാമ്പ് യൂണിറ്റ് ഇത് ഒരു ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വെച്ചാൽ LED ഹെഡ് ലാമ്പുകളാണ് ഇപ്പം ഇവിടെ വരുന്നത്. ഈ എലമെൻറ്റുകളൊക്കെ സെയിം തന്നെയാണ്. ഇത് നേരത്തെ നമ്മൾ കണ്ടായിരുന്ന ഇൻഡിക്കേറ്റർ ഡിസൈനും കാര്യങ്ങളും. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ബ്ലൈൻഡ് മോണിറ്ററിങ് മിറർ കാണാം. ഇത് ശരിക്കും ആവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം വെച്ചാൽ ഒരു ചെറിയ വിസിബിലിറ്റി പ്രശ്നം നമുക്കിത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഫീൽ ചെയ്യും. കാരണം ഇതൊരു വലിയ വാഹനമാണ്, കുഞ്ഞ് ഇതാണ്. നമുക്ക് അകത്തേക്ക് വരുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതൊരു ഫേക്ക് എലമെൻ്റാണ്. അതുപോലെ തന്നെ ഇത് എനിക്ക് തോന്നുന്നു ഒരു സബ്സിഡറി ലോഗോ ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ടൊയോട്ടയുടെ. അതുപോലെ ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഒരു ഓഫ് റോഡ് ടൈപ്പ് ബമ്പറും യൂണിറ്റൊക്കെ കൊടുത്തിട്ട് അതിലാണ് കൊടുത്തത്. ശരിക്കും നല്ലൊരു ഓഫ് റോഡ് മെഷീൻ കൂടിയാട്ടോ FJ ക്രൂസർ. കാരണം നമ്മളിപ്പം കാർ ഹണ്ട് സീരീസ് 1 ദുബായിൽ നമ്മൾ ചെയ്ത സമയത്ത് സീസൺ 2 നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. കാണാത്ത ആൾക്കാർ കാണാൻ, തായ്ലാൻഡിൽ വെച്ച് ചെയ്ത നല്ല അടിപൊളി വീഡിയോസ് അതിനകത്ത് വരുന്നുണ്ട്. അപ്പം കാർ ഹണ്ട് സീസൺ 1 നമ്മൾ FJയുടെ ഒരു വാക്ക് റൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ നമ്മൾ ആ സീസൺ 1 നമ്മളൊരു ഓഫ് റോഡ് കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്ത സമയത്ത് FJ ക്രൂസറായിട്ട് നമ്മൾ ഓഫ് റോഡിലൊക്കെ പോയത്. പിന്നെ നമ്മൾ പലപ്പോഴായിട്ട് ദുബായി പോയ സമയത്ത് പല ഓഫ് റോഡിലും നമ്മൾ FJ ക്രൂസറിനെ പങ്കെടുപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഫ്രണ്ടിൽ ഞാൻ കണ്ട രസകരമായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു വാഹനത്തിന് എത്ര വൈപ്പർ ഉണ്ടായിരിക്കും? 3 വൈപ്പർ അല്ലേ? കാരണം ഫ്രണ്ടിൽ 2 ബാക്കിൽ 1. പക്ഷേ ഈ വാഹനത്തിനകത്ത് 4 വൈപ്പറുണ്ട്. 3 വൈപ്പറും ഫ്രണ്ടിൽ. ഓക്കെ, അതായത് വെച്ചാൽ വലിയ ഗ്ലാസ്സുകളാണ്, വീതി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 3 വൈപ്പറുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രസമുള്ള സംഭവം. 1, 2, 3. വേറൊരു വാഹനത്തിൽ നമ്മൾ അങ്ങനെ അധികം കണ്ടിട്ടില്ലാത്ത ഒരു വൈപ്പർ. 2 വാഷർ ഫ്ലൂയിഡും കാര്യങ്ങളുള്ളൂ. ഇത് ശരിക്കും ഈ വിൻഷീൽഡിനെ മൊത്തം കവർ ചെയ്യുന്ന തരത്തിലാണ് കൊടുത്തുള്ളത്. ഇത് എല്ലാ വാഹനങ്ങളിലും ഉണ്ടാവാറില്ല. ഇതൊരു എക്സ്ട്രാ ഫിറ്റിംഗ് പോലെയാണ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ആൻറ്റിനയെയും നമുക്ക് കാണാൻ കഴിയും. ഡിസൈൻ വൈസ് നോക്കിയാൽ ആ റെട്രോ ആണ് എന്ന് പറയുന്നതിന് തത്തുല്യമാണ്.
ഭയങ്കര അല്ലേ, എല്ലാം നമ്മളെവിടെയൊക്കെയോ കണ്ട് ശീലിച്ചൊരു റെട്രോ എലമെൻറ്റുകൾ ചേർന്നിട്ടുള്ള ഒരു ബോഡി ഡിസൈനാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. വീലുകൾ ഇവിടെ കാണാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ മാർക്കറ്റ് വീലുകളാണെന്നാണ് ടയർ ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ടയറല്ല ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ തിരുത്തണം, എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറഞ്ഞാണ്. അതുപോലെ ഇവിടെ നമുക്ക് ക്ലാഡിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫെൻഡറിൻ്റെ ഭാഗത്ത് ഇവിടെ നമുക്കൊരു ഇൻഡിക്കേറ്റർ യൂണിറ്റും നമുക്ക് കാണാൻ കഴിയും. സ്റ്റെപ്പ് കാണാം വാഹനത്തിനകത്തേക്ക് കയറാൻ, കാരണം അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു വാഹനമാണ്, അതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് കയറാൻ ഇതാവും. അതുപോലെ തന്നെ ഡുവൽ ടോൺ പോലെയാണ് കൊടുത്തുള്ളത്. ഇവിടെ വലിയ ഒരു സീ പില്ലർ ഭാഗം, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗം അകത്തിരിക്കുമ്പോൾ, അതായത് സെക്കൻഡ് റോയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ബ്ലൈൻഡ് ക്രിയേറ്റ് ചെയ്യും എന്നൊരു സാധ്യതയുണ്ട്. അതൊക്കെ നമുക്ക് അകത്തേക്ക് വരുന്ന സമയത്ത് വിശദമായിട്ട് പറയാം. ഇനി നമ്മൾ ബാക്ക് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ചില വാഹനങ്ങളിൽ ജീവാകളിലൊക്കെ പ്രത്യേകിച്ച് കണ്ട തരത്തിൽ ബാക്കിൽ വീലിൽ ക്രമീകരിച്ചിട്ടുള്ള തരത്തിലുള്ള ടെയിൽ ഗേറ്റാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. ബമ്പറും യൂണിറ്റൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു മസ്കുലാർ ഫീലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ടെയിൽ ലാമ്പൊക്കെ സൈഡിലേക്ക് നമ്മളെ ബമ്പറിൻ്റെ ഫോഗ് ലാമ്പൊക്കെ ക്രമീകരിച്ച പോലെ സൈഡിലേക്ക് തള്ളി നിൽക്കുന്ന തരത്തിലാണ് ടെയിൽ ലാമ്പ് യൂണിറ്റ് വരുന്നത്. ഹാലജൻ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടൊയോട്ടയുടെ ലോഗോ വിത്ത് ബാഡ്ജിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു പഴയ എഴുത്ത് അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വൈപ്പർ യൂണിറ്റ് നോക്കിയാൽ ബാക്കിലെ വളരെ കുഞ്ഞ് വൈപ്പർ യൂണിറ്റാണ്. അതായത് കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. അത് ഈ ഒരു ചെറിയ ഏരിയനെ കവർ ചെയ്യാൻ, കാരണം വെച്ചാൽ ഇത് ഈ ഏരിയ വിസിബിലിറ്റി കുറച്ച് ചെറുതാണ്. അത് മീൻസ് അത്ര വലിയ ബാക്ക് ഗ്ലാസ് ഒന്നുമല്ല, അതുകൊണ്ട് അത് കവർ ചെയ്യാനുള്ള ഒരു ഏരിയ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. FJ ക്രൂസർ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡോർ ഹാൻഡിൽ ഇതിനകത്താണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഡോർ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു വീൽ അതും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമാണ് വെയിറ്റ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. ഈ ബൂട്ട് സ്പേസിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാറ്റിൽ കാണുന്ന ഈ ഡിസൈൻ കണ്ടോ, ഒരു എന്താ പറയുക, ഒരു റഫ് ഡിസൈൻ, അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി ടഫ്, അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് കോൺസെപ്റ്റിലൊക്കെ ഉള്ളൊരു ഡിസൈനാണെന്ന് പറയാം. അത് നമ്മുടെ സീറ്റിൻ്റെ ബാക്കിൽ നമുക്ക് കാണാം. ഓക്കെ, അതുപോലെ തന്നെ വാഹനത്തിനകത്തൊക്കെ ഫ്ലോർ ഭാഗമൊക്കെ അങ്ങനെ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബമ്പറിൻ്റെ ഭാഗം നോക്കിയാൽ ഇത് അത്ര ഉറപ്പുണ്ട് അല്ലേ, ഉണ്ടോ? അത്യാവശ്യം നല്ല ഉറപ്പുണ്ട്. ഇതിപ്പോൾ ഇരിക്കണതിന് കുഴപ്പമൊന്നുമില്ല. നല്ല ഉറപ്പുണ്ട് കേട്ടോ. നമുക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം. അകത്തേക്കും കയറിയിരിക്കാം, പ്രശ്നമൊന്നുമില്ല. നൈസ്. ഇതൊന്നും പൊക്കാനൊന്നും പറ്റില്ല, ഒക്കെ ക്ലോസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇപ്പം നമ്മൾ ദുബായിലത്തെ കഥ വീണ്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് ആളുകൾ ഫ്രിഡ്ജ്, ഫുഡ് ഐറ്റംസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, അതായത് വലിയ ക്യാരേജ് അതെല്ലാം കയറ്റി അതിനകത്ത് വെച്ചിട്ടാണ് യാത്ര പോകുന്നത്. നമ്മൾ ടീം വൈക്കിൻസ് അവരുടെ കൂടെ നമ്മൾ പലപ്പോഴും ഓഫ് റോഡൊക്കെ പോയ സമയത്ത് അവർ ഭക്ഷണങ്ങളൊക്കെ അധികം FJയിൽ വെച്ച് കൊണ്ടുവരാറുണ്ട്. പിന്നെ FJ ആയിരിക്കും എപ്പോഴും സ്വീപ്പർ ബാക്കിൽ വരുന്ന വാഹനം. വൈക്കിൻസിൽ കേട്ടോ, മറ്റേലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മളെ സ്ട്രട്ടും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ പുഷ് ടു അൺലോക്ക്, പുള്ള് ടു ലോക്ക് എന്ന് കൊടുത്താണ്. അത് ഞാൻ ഡോറിൻ്റെ കേസാണോ ആ ഒരു സ്ട്രട്ടിൻ്റെ കേസാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. അത് നേരെ മറിച്ചാണ് കൊടുത്തേക്കണേ. ഇനി നമുക്ക് വാഹനത്തിൻ്റെ അകത്തേക്ക് വരാം. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കളറില്ലേ, നല്ല രസമുള്ളൊരു കളറല്ലേ. ശരിക്കും FJയുടെ കളറുകൾക്കും വലിയൊരു ഹൈലൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പഴയകാല FJ40യെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കളർ ഡിസൈൻസിലും വലിയ ശ്രദ്ധ FJ ടീം പാലിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം FJയുടെ ഡിസൈനിങ് ടീമിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. ഇവിടെ ഒരു ക്രോം എലമെൻറ്റും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ സൈഡ് വ്യൂ മിറർ ശരിക്കും ആ ഒരു റെട്രോ സ്റ്റൈലിലുള്ള സൈഡ് വ്യൂ മിറർ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇനി ഡോറിലേക്ക് വരാം. ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം ഡോറാണ്. അതായത് സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരു കാർ ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ, എന്നാൽ ഇതിനൊരു സെക്കൻഡ് ഡോർ കൂടി ഉണ്ട്. അത് ഇവിടെയാണ്. ശരിക്കും ഈ ഡോർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയിലേക്കുള്ള എൻട്രി ഇതിലൂടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഗുണം ഞാൻ ആദ്യം പറയാം. അതായത് സീറ്റിനെ ഇങ്ങോട്ട് നീക്കൊന്നും ചെയ്യാത്ത നമുക്ക് സെക്കൻഡ് റോയിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഇവിടെ നിന്നിട്ട് തന്നെ നമുക്കത് ചെയ്യണോ, അങ്ങനെ കയറിയിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, എന്നാലും കയറിയിരിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. കാല് തട്ടുന്നത് കുറച്ചും കൂടി മുന്നിലേക്ക് ഇടാം. ഇത് കുറച്ച് ബാക്കിലാണ്. അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കാം. ഞാനിപ്പോൾ ദുബായിലൊക്കെ ഇതിൽ ബാക്കിലിരുന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. ഓഫ് റോഡ് പോകുമ്പോഴും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബോഡി റോളൊക്കെ ഉണ്ട്, പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും നൈസാണ്. വലിയ അസ്വസ്ഥതകളൊന്നും ഇല്ലാത്ത നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും. ആംബ്രസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. 3 ആളുകൾക്ക് ഇരിക്കാവുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള വളരെ ബേസ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് റോ സീറ്റ്. അപ്പോൾ അതിലേക്ക് കയറാൻ വേണ്ടി പിടുത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പിടിച്ചിരിക്കുകയൊക്കെ ചെയ്യാം. അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ ഈ ഇങ്ങനെ ഡോർ ഓപ്പണിംഗ് ആയതുകൊണ്ടുള്ളൊരു ഗുണമുണ്ട്. പിന്നെ ഇതിനെ പൊതുവെ നമ്മൾ പറയുക സൂയിസൈഡ് ഡോർ എന്നാണ്. റോൾസ് റോയ്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സൂയിസൈഡ് ഡോറുകളാണ് ഇതിനകത്ത് ക്രമീകരിച്ചുള്ളത്. അതുകൊണ്ട് തന്നെയുള്ള ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് ഒരു പാർക്കിംഗ് ഏരിയയിലൊക്കെയാണ് നമ്മളിത് തുറക്കുന്നത് എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് കെയർ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ചിലപ്പം തുറന്നൊക്കെ പോയിക്കണം. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ ഒരു പാറ്റേണും സൂയിസൈഡ് ഡോറെന്ന് തന്നെ അതിൻ്റെ പേര്, നമ്മൾ വെറുതെ സൂയിസൈഡ് ആവുന്ന പോലെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവും കൂടി നമുക്ക് അതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ടതുണ്ട്. പക്ഷേ ഇതൊരു രസമാണ്. അതായത് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുണ്ടാവും, ഡോർ തുറന്നിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അങ്ങോട്ട് നോക്കിയാൽ വണ്ടി മൊത്തം നമുക്കൊരു ഹോള് കാണുന്ന പോലെ കാണാൻ കഴിയും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടി ഇതിനകത്തുണ്ട്. ഇനി ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വാട്ടർ ബോട്ടിൽ ഹോൾഡറുകൾ കൊടുത്തിട്ടുണ്ട്. കണ്ടോ,
താഴെ നമുക്കൊരു വാട്ടർ ബോട്ടിൽ ഹോൾഡർ കാണാം. ഇതാണ് നമ്മൾ അൺലോക്കിന് ഉപയോഗിക്കുന്നത്. ഇതിങ്ങനെ തിരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് തുറക്കുന്നത്. കണ്ടോ, അത് അകത്തുനിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് കൊടുത്തത്. അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്ത് വെക്കാം. ഓക്കെ, കണ്ടോ, അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഡോറുകളാട്ടോ, നല്ല ഖാനുണ്ട്. ഇനി നമ്മൾ ഡോർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ എലമെൻറ്റുകളൊക്കെ ഒരു പ്ലാസ്റ്റിക് എലമെൻറ്റാണ്. കണ്ടായിട്ട് ലെതറാണെന്ന് തോന്നും, പക്ഷേ പ്ലാസ്റ്റിക്കാണ്. കുറച്ചുകൂടി ഒരു ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഇതാണ്. പിന്നെ പിടുത്തൊക്കെ നോക്കിയാൽ ഒരു ഉരുണ്ട ടൈപ്പിലെ ഭയങ്കര ഒരു എവിടേക്ക് ഒരു നൊസ്റ്റാൾജിക് ഫീൽ ക്രിയേറ്റ് ചെയ്യുന്നു. വാട്ടർ ബോട്ടിൽ ഹോൾഡർ പോലെ സ്റ്റോറേജ് സ്പേസ് കാണാം. സ്പീക്കറിൻ്റെ ഡിസൈൻ നോക്കിയാൽ നമ്മൾ നേരത്തെ ബാക്കിൽ ബൂട്ടിൽ കണ്ട പോലത്തെ ഒരു ഡിസൈൻ പാറ്റേൺ അത് ഇവിടെ നമുക്ക് കാണാം. സില്ലിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് അവിടെ കാണാം. ഇതിലൊക്കെ നോക്കിയാൽ ആ സ്റ്റെപ്പിലൊക്കെയും ഒരു ഓഫ് റോഡ് ടഫ് നമുക്ക് കിട്ടും. അതുപോലെ ഇവിടെ താഴെ കണ്ടോ, അവിടെ നമ്മളെ ബൂട്ടിൽ കണ്ട അതേപോലത്തെ ഡിസൈൻ ഇവിടെയും ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ബീപ് ബീപ്പ് സൗണ്ട് കേൾക്കുന്ന ഡോർ ഓപ്പൺ ആയതുകൊണ്ടാണ്. അതുപോലെ ഈ ഒരു ഭാഗമൊക്കെ നോക്കിയാൽ ശരിക്കും ഒരു റെട്രോ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ അവർ കാര്യമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗമൊക്കെ ശരി. എ സിയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കിയാൽ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഇവിടെയൊക്കെ നോക്കുമ്പോൾ നമുക്കല്ലോ എന്തൊക്കെയോ ഒരു റഫ് ആൻഡ് ടഫ് ഫീൽ കിട്ടുന്ന. അതുപോലെ തന്നെ ഗേജ് ഇത് എക്സ്ട്രാ ചെയ്തതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും കീ ഇട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിനെ ക്രമീകരിച്ചിട്ടുള്ളത്. ഇതാണ് കീ വരുന്നത്, പഴയ നമ്മളുടെ ടൊയോട്ട കീ. ഹെഡ്ലാമ്പിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. മിററിൻ്റെ കൺട്രോളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ ഒരു ഡാഷ് ബോർഡിലേക്ക് നിങ്ങൾ നോക്കിയാൽ ഒരു 90 ഡിഗ്രി നിൽക്കുന്ന ഒരു ഡാഷ് ബോർഡാണെന്ന് പറയാം. വെച്ച് കഴിഞ്ഞാൽ കുത്തനെ ക്രമീകരിച്ചിട്ടുള്ള, കാണുമ്പോൾ തന്നെ അതൊരു ഓഫ് റോഡ് മെഷീൻ പോലെ അല്ലെങ്കിൽ ഒരു ഓഫ് റോഡിന് ക്രമീകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡാഷ് ബോർഡ് എന്ന് തന്നെ പറയാം. അതിനകത്തൊരു പൈപ്പെല്ലാം കൊടുത്ത പോലത്തെ ഒരു ഡിസൈൻ നല്ല രസമുണ്ടല്ലോ. ഒരു റൗണ്ട് ഷേപ്പിൽ ക്രമീകരിച്ചു. അതുപോലെ റൗണ്ട് AC വെൻറ്റുകളാണുള്ളത്. അതിനകത്തൊരു ക്ലോക്കിനെ ക്രമീകരിച്ചിട്ടുണ്ട്. ഡാഷ് ബോർഡിൽ അത്യാവശ്യം സ്ഥല സൗകര്യം ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഡ്രൈവർക്ക് ഫോൺ, അതുപോലെ ചെറിയ സാധനങ്ങൾ, വലിയ സ്പേസ് അല്ല എന്നാലും ചെറിയ സാധനങ്ങളൊക്കെ പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് റിയർ വ്യൂ മിറർ കാണാം. ഇതൊരു ആഫ്റ്റർ മാർക്കറ്റ് മിറർ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കുള്ള മിറർ ഇങ്ങനെ അല്ല കേട്ടോ, മിറർ വ്യത്യാസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്ലസ്റ്ററിനെ കുറിച്ച് പറയേണ്ടതുണ്ടെങ്കിൽ ഒക്കെ ഒരു അനലോഗ് അല്ലെങ്കിൽ ആ ഒരു റെട്രോ ഫീലുള്ള ക്ലസ്റ്ററുകളാണ് വന്നിട്ടുള്ളത്. സ്പീഡോമീറ്ററും RPM മീറ്ററും ഒക്കെ. ഓഡോമീറ്റർ ഡിജിറ്റലാണ്, ഒരു ചെറിയ ഡിജിറ്റൽ മീറ്റർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. തൊട്ടിപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററി, അതുപോലെ തന്നെ ഫ്യൂവല്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയും ഇപ്പുറത്തും നമുക്ക് കാണാൻ കഴിയും. അതായത് റൈറ്റ് സൈഡിൽ സ്റ്റിയറിംഗ് വീല് വളരെ ബേസിക് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീല്, പക്ഷേ ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാട്ടോ. അത് നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വരാം. ഒരു ചെറിയ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഭാഗം നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ഹസാർഡ് ലാമ്പിൻ്റെ കൺട്രോൾ, ACൻ്റെ കൺട്രോൾ, അതൊക്കെ നോക്കിയാൽ ഭയങ്കര ബട്ടണുകളാണ്. ചെറിയ ബട്ടണൊന്നുമല്ല. നോക്കിയാൽ അതൊക്കെ ഭയങ്കര വലുപ്പമുള്ള ഒരു ബട്ടറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഓക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമൊക്കെ ശരി ഭയങ്കര കട്ടിയും കനമുള്ള ഒരു വാഹനം. അതായത് ഞാനൊരു മസിൽ വണ്ടിയാണ് എന്നുള്ളത് ഇതിൻ്റെ പല എലമെൻറ്റുകളും വിളിച്ചു പറയുന്ന തരത്തിലാണ് കൊടുത്തിട്ടുള്ളത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ ബട്ടണുകൾ കാണാം. ഫോഗ് ലാമ്പിൻ്റെ ബട്ടൺ, അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസറിൻ്റെ ബട്ടൺ, ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഒരു സബ്വൂഫർ ബട്ടണൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതൊക്കെ കണ്ടത് ഇവിടെ കുറേ ഡമ്മി ബട്ടണുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ടും നമുക്ക് കാണാൻ കഴിയും. 4x4ൻ്റെ ട്രാൻസ്മിഷൻ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇതൊരു 4x4 വാഹനമാണ്. ഒരു കപ്പ് ഹോൾഡർ കാണാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഇങ്ങനെ ഹലോ ആ വണ്ടി അങ്ങോട്ട് പുറത്തേക്ക് മാറ്റിയിടും ഇങ്ങോട്ട് വരും എന്നൊക്കെ പറയുമ്പോൾ വോളണ്ടിയറിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്. ശരിക്കും ഇത് ഇന്ത്യയിൽ ഉപയോഗിക്കാൻ, അതർ വാഹനങ്ങൾക്ക് ഉപയോഗിക്കാൻ പെർമിഷൻ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളതാണ്. എടുക്കുന്ന ആൾക്ക് ഇത് ഒഴിവാക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇത് ക്രമീകരിച്ചത്. അതുപോലെ തന്നെ 5 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇവിടെ കാണാം. ഇതിൻ്റെ ഈ ഒരു ലിവർ നോക്കിയാൽ ശരിക്കും എനിക്ക് വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ കട്ടിലിൻ്റെയൊക്കെ കാലിനൊക്കെ ഡിസൈനൊക്കെ, ടേബിളിൻ്റെ ഒക്കെ കാലൊക്കെ ഉണ്ടാവില്ലേ, അതേപോലത്തെ ഒരു ഡിസൈനായിട്ട് എനിക്ക് തോന്നി. നല്ല രസമുണ്ട്. പക്ഷേ എന്താ പറയുക, ഒരു റഫാണ് ഇതൊക്കെ എന്ന് വെച്ചാൽ. ഓഫ് റോഡിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഇത് വലിയ ഉപകാരം ഒന്നും ഉണ്ടാവില്ല, കാരണം വെച്ചാൽ ഓട്ടോമാറ്റിക്കാണ്. പക്ഷേ എന്താ ഞാൻ പിടിക്കുമ്പോഴൊക്കെ ഒരു ഫീല് ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്കിനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വീണ്ടും നമുക്കൊരു കപ്പ് ഹോൾഡർ കാണാം. താഴെ ഒരു സ്റ്റോറേജ് സ്പേസും അതിനകത്തൊരു കപ്പ് ഹോൾഡറും കാര്യങ്ങളും ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ആംറസ്റ്റൊക്കെ നോക്കിയാൽ വളരെ മിനിമൽ ആൻഡ് ബേസിക് ആൻഡ്രസ്റ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ സൺറൂഫ് കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഷെയ്ഡ് ഇവിടെ നമുക്ക് കാണാം. ഈ ഷെയ്ഡിൻ്റെ ഒരു കട്ടിയൊക്കെ നോക്കിയാൽ സാധാരണ നമ്മൾ കാണുന്ന പോലെ വലിയ കട്ടിയൊക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഇവിടെയും നമുക്കൊരു ഷെയ്ഡ് കാണാം കേട്ടോ. അതായത് സൈഡിൽ നിന്നൊക്കെ ഇത് വരുന്ന സമയത്ത് നമുക്കിത് ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്യാം പരസ്പരം കേട്ടോ. അപ്പോൾ സൈഡിൽ നിന്ന് ഒരു ഇതൊക്കെ വരുന്ന സമയത്ത് ഫുള്ളി കവർ ചെയ്ത് നിൽക്കുന്ന തരത്തിൽ രണ്ടല്ല ശരിക്കും 4 സൺഷെയ്ഡുകൾ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് എന്നുള്ളതാണ് രസമുണ്ട്. ശരിക്കും നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഈ ഒരു ക്യാബിൽ കുറഞ്ഞ സ്പേസാണോ ഉണ്ടാവുക എന്ന് നമ്മൾ ആലോചിക്കും. പക്ഷേ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഡോറിന് ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ബാക്കിലത്തെ ഡോറ് തുറക്കണമെന്നുണ്ടെങ്കിൽ ഡ്രൈവറുടെ ഡോറ് തുറന്നിട്ട് മാത്രമേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആ ഡോർ അടച്ചതിന് ശേഷം മാത്രമേ ഡ്രൈവറുടെ ഡോർ അടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ വണ്ടി ക്ലോസ് ചെയ്യാനും തുറക്കാനും പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് റോയിൽ ഇരിക്കുന്ന ആളുകൾക്ക് വിസിബിലിറ്റി ഭയങ്കര കുറവാണ്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാം, നമ്മളിങ്ങനെ മുന്നോട്ട് ആഞ്ഞു നോക്കണം.
അല്ലാന്നുണ്ടെങ്കിൽ കാണൂല. കാരണം വെച്ചാൽ ആ ബാക്ക് ഭാഗം ഭയങ്കര ബ്ലൈൻഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ആ ഒരു ബ്ലൈൻഡ് ഏരിയ ഉണ്ടോ, ആ ഒരു സീറ്റ് ബെൽറ്റൊക്കെ വെച്ച ഏരിയ. അപ്പോൾ ശരിക്കും നമ്മളെ തല വരുന്നത് ആ ഒരു ഭാഗത്താണ്. അപ്പോൾ പുറത്തേക്ക് കാണുക എന്നുള്ളത് അവർക്ക് ഏറ്റവും വലിയൊരു ഓപ്ഷൻ, ഫ്രണ്ട് ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഇവിടെ നമുക്കൊരു ആംബിയൻ ലൈറ്റിംഗ് കാണാൻ നിങ്ങൾ വിചാരിക്കുന്നത് ഈ വാഹനത്തിനൊപ്പമുള്ളതാണ്. അല്ല, അത് ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് ഒരു ചെയ്താണ്. ശരിക്കും FJ ക്രൂസറിൻ്റെ അടുത്തൊരു ആംബിയൻ ലൈറ്റിംഗ് ഒന്നും വരുന്നില്ല. ഇതൊരു ഓഫ് റോഡ് മെഷീൻ അല്ലേ, പക്ഷേ ഇപ്പം എല്ലാവരും ഓൺ റോഡിലൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് കുറച്ചുകൂടി വൈബായിട്ട് യൂസ് ചെയ്ത്. പിന്നെ LCയിൽ നമ്മൾ പറഞ്ഞ ഒരു LCയുടെ റെട്രോ ആണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അതിലില്ലാത്ത ചില സാധനങ്ങൾ ഇതിനകത്തുണ്ട്. അത് ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള ഫീലാണ്. അത് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പറയാം. അതിന് മുന്നേ നമുക്ക് എഞ്ചിൻ ഒന്ന് കാണാം. എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു 4 ലിറ്റർ V6 എഞ്ചിനാണ് ഇതിനെ കരുത്തിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 270 ഹോഴ്സ് പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മെഷീനാണ് എന്ന് പറയാം. അതായത് ഓൺ റോഡിലും ഓഫ് റോഡിലും അത്യാവശ്യം നല്ല പെർഫോമൻസോടുകൂടി വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു എഞ്ചിൻ. സ്ഥലം ഇനിയും ഉണ്ടല്ലോ, ഒരു ഡീസൽ എഞ്ചിൻ വെക്കാനുള്ള ഒരു ഗ്യാപ്പൊക്കെ കാണുന്നുണ്ട്. ശരിക്കും ഇതൊരു പെട്രോൾ എഞ്ചിനാണ്. വലിയ നോയ്സ് ഒന്നും ഇല്ല കേട്ടോ. ഒരു 4 ലിറ്റർ എഞ്ചിൻ ആയതുകൊണ്ട് അതിൻ്റെ വലിയൊരു അലമ്പോ കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഇൻസുലേഷൻ കൊടുത്തിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ടൊയോട്ട പറഞ്ഞത്. കാരണം അത്രയും റിഫൈൻഡ് ആണ്. ഹൈഡ്രോളിക് സ്ട്രെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അകത്ത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സാധാരണഗതിയിലുള്ള ബോണറ്റ് പോലെ തന്നെ വ്യത്യാസമൊക്കെ. പിന്നെ ഇപ്പം ഈ ഒരു വാഹനം ശരിക്കും സെയിലിനുള്ള ഒരു വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ വിശദവിവരങ്ങൾ, അതായത് ആസ്കിങ് പ്രൈസ് എത്രയാണ്, മറ്റു കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റോഡ്വേസ് കാർസുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അവരുടെ വാഹനമാണിത് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം അല്ലേ. ഇനി നമ്മളെ FJ ക്രൂസർ ഒന്ന് ഡ്രൈവ് ചെയ്യാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറിജിനൽ FJ40, അതായത് ഒറിജിനൽ ലാൻഡ് ക്രൂസറിൽ കിട്ടാതിരുന്ന ചില സാധനങ്ങൾ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സസ്പെൻഷനാണ്. ഇത് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ എന്ന് പറയാം. അതായത് ഭയങ്കര അതുപോലെ ഒരു ഫ്ലോട്ടിംഗ് ഫീൽ കിട്ടുന്ന ഒരു സസ്പെൻഷൻ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് മാനുവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫണ്ണാണ്, അത്യാവശ്യം നല്ല റിജിഡാണ്, ഭയങ്കര സോളിഡാണ് ഈ വാഹനം. അതായത് ഫൺ ഡ്രൈവാണ്, അതോടൊപ്പം തന്നെ അത്യാവശ്യം നല്ല സോളിഡ്. ഇപ്പോൾ നമ്മൾ ഡോറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ എല്ലാ എലമെൻറ്റും ഭയങ്കര സോളിഡ് ആയിട്ടുള്ള ഫിറ്റ് ആൻഡ് ഫിനിഷിലാണ് ഈ വാഹനത്തെ ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര കോൺഫിഡൻസിൽ ഡ്രൈവ് ചെയ്യാനും എത്ര പെർഫോമൻസിലേക്ക് കൊണ്ടുപോകാനും ഏത് ടെറൈനിലേക്ക് കയറ്റി കൊണ്ടുപോകാനും നമുക്കൊരു പേടി ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഇതൊരു ഓഫ് റോഡറാണ്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ഭയങ്കര സോളിഡ് ഒക്കെ ആയതുകൊണ്ട് എവിടെയെങ്കിലും ചെറുതായിട്ട് തട്ടിക്കഴിഞ്ഞാൽ പൊട്ടുമോ അല്ലെങ്കിൽ വെൻഡാവുമോ അങ്ങനത്തെ പേടികളും ഇല്ല. അപ്പോൾ അതൊരു കോൺഫിഡൻസ് ആണല്ലോ. സ്റ്റിയറിംഗ് വീലൊക്കെ ഭയങ്കര സ്മൂത്ത് ആട്ടോ. നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. സസ്പെൻഷൻ അത് ഒന്നുകൂടി ഞാൻ പറയണം, ഭയങ്കര ലൈറ്റ് അല്ലെങ്കിൽ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ളൊരു സസ്പെൻഷൻ എന്ന് വിശേഷിപ്പിക്കാം. സ്പീഡിലേക്ക് കൊണ്ട് ലീനിയർ ആയിട്ട് പവർ അപ്പ് ചെയ്തതാണ്. ബ്രേക്കിംഗ് പെർഫോമൻസും നൈസാട്ടോ. വാവ്. ക്യാബിനകത്തേക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള സൗണ്ട് അസ്വസ്ഥതകളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു ബ്ലൈൻഡ് സ്പോട്ട് മിറർ പോലത്തെ ഒരു സംഭവം അവിടെ വെച്ചതുകൊണ്ടുള്ള ഗുണം വെച്ചാൽ ചിലപ്പോൾ ഇതിനകത്ത് ഇരുന്നിട്ട് നമുക്ക് താഴ്ഭാഗത്തേക്കൊക്കെ കാണാൻ കുറച്ചൊരു പ്രയാസമുണ്ട്. കാരണം വെച്ചാൽ ഇത് നല്ല ഉയരത്തിൽ നമ്മളിരിക്കുന്നത്, ശരിക്കും ഒരു കമാൻഡിങ് പൊസിഷനിലാണ് നമ്മളുള്ളത്. അതുപോലെ തന്നെ ഈ ഇത് കണ്ടില്ല, കുറച്ച് ചെറിയ വിൻഷീൽഡുകളാണ് ഇതിനൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ കാണാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ബോണറ്റിൻ്റെ താഴ്ഭാഗം തട്ടോ അല്ലെങ്കിൽ ഈ സൈഡിൽ താഴ്ഭാഗത്തേക്ക് എങ്ങനെയാണത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്കിതിൽ കാണാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലൈൻഡ് സ്പോട്ടിന് ഭയങ്കര യൂസ് ഉണ്ട് പറയാണ്ടായ ഒരു കാരണം അതാണ്. അപ്പോൾ അതും കാരണം വെച്ചാൽ ഇതൊരു റെട്രോ ലുക്കാണെങ്കിൽ പോലും ഭയങ്കര കമാൻഡിങ് പൊസിഷനുള്ളൊരു വാഹനമാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ FJ ഓടിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായത് ചില എലമെൻറ്റുകൾ എന്നാണ് ഞാൻ പറഞ്ഞത്. ആ ഇൻറ്റീരിയറിൻ്റെയും അതുപോലെ തന്നെ എക്സ്റ്റീരിയറിലും ഒക്കെ ഒരു റെട്രോ ലുക്ക് നിലനിർത്തിയ നല്ല രസമുണ്ട്. ഒരു കാര്യം കൂടി പറയാം, പല ആളുകളും ഇപ്പോഴും ഒറിജിനൽ FJ ആയിട്ട് ചില ആളുകൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ വായിച്ചു. അതായത് നമ്മളിതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പഠിച്ച സമയത്ത് എനിക്ക് മനസ്സിലായതാണ് പല ആളുകളും ഒറിജിനൽ FJ എന്ന് റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇതിനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളൊരു സുഹൃത്തുണ്ട് റോബിൻ ചേട്ടൻ, അദ്ദേഹം UAE വർക്ക് ചെയ്യുന്ന ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന് ഒരു FJ ഉണ്ട്. ആ FJ ആണ് നമ്മൾ പണ്ട് കാർ ഹണ്ടിൻ്റെ സീരീസിൽ ചെയ്തിരുന്നത്. ആ FJനെ ഇപ്പോൾ അടുത്ത് പോലും റോബിൻ ചേട്ടൻ ഒരു ഡെസേർട്ടിൽ കൊണ്ടുപോയിട്ട് ചാടിക്കുന്നുണ്ടായിരുന്നു, ഒരു മല. അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പങ്കുവച്ചൊരു വീഡിയോ ആയിരുന്നു. നല്ല അത്രയും കോൺഫിഡൻ്റ്ലി അവർക്കതൊക്കെ ചെയ്യാൻ കഴിയുന്ന, നല്ല വെയിറ്റ് ഉള്ള, ഭയങ്കര സോളിഡ് ആയിട്ടുള്ള, അതായത് പെട്ടെന്ന് പോയി ഇടിച്ച് പൊട്ടുമെന്നൊരു പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചാടിക്കാൻ അവർ ട്രൈ ചെയ്യുമല്ലോ. അതുകൊണ്ട് അത്രയും കോൺഫിഡൻസ് കൊടുക്കുന്ന
ഒരു വാഹനം തന്നെയാണ് FJ. അവർ പലപ്പോഴും ഓഫ് റോഡ് ഡെസേർട്ടിലും അതുപോലെ തന്നെ ഹില്ല് കയറാനും ഒക്കെ ബൈക്കൻസ് എപ്പോഴും അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ അതിലൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര കോൺഫിഡൻസിൽ അവർ കൊണ്ടുപോകുന്ന ഒരു വാഹനം കൂടിയാണ് FJ. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു മെഷീൻ, നല്ല സോളിഡ് ആയിട്ടുള്ളൊരു മെഷീൻ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒപ്പം തന്നെ ഫൺ ഡ്രൈവ് എലമെൻറ്റുകളും ഉള്ള ഒരു വാഹനം എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. പിന്നെ അതുപോലെ തന്നെ ചില ഇൻട്രസ്റ്റിംഗ് ഫാക്ടറുകൾ അതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വാഹനം സെയിലിനാണ്. നമ്മൾ പലപ്പോഴും വീഡിയോ ചെയ്തിട്ടുള്ള റോഡ്വേസ് കാർസിൽ തന്നെയാണ് ഈ വാഹനവും സെയിലിൽ എത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, നിങ്ങൾ റോഡ്വേസ് കാർസിനായിട്ട് ബന്ധപ്പെടാം. അവരുടെ അടുത്ത് ഒരുപാട് നല്ല അടിപൊളി വാഹനങ്ങളുണ്ട്, കുറേയൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം അവരെ ബന്ധപ്പെടാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം FJ കാണുന്ന സമയത്ത് എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ FJ ക്രൂസർ അത് ഡിസൈൻ വൈസ് എങ്ങനെയുണ്ട്, നിങ്ങൾ കണ്ടപ്പോൾ എന്ത് തോന്നി തുടങ്ങിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ തൽക്കാലം നമുക്കിവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.